ഫ്രണ്ട്സ്, നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിലെ 5ാമത്തെ റൂള് പഠിക്കാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന ഒരു സെക്ഷന്. അതായത് ആൻഡ് 2 സബ്ജക്റ്റുകൾ വരുമ്പോൾ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ അത് നമ്മളെപ്പോഴും പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. 2 സബ്ജക്ട്സ്, ദാറ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ. അത് സിംഗുലറോ പ്ലൂറലോ ആണ് എങ്കിൽ പോലും ജോയിൻഡ് ബൈ ആൻഡ് മുഖാന്തരമാണെങ്കിൽ അത് നമ്മൾ പ്ലൂറൽ വെർബാണ് എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. രാം ആൻഡ് മോഹൻ ഹെൽപ്പ് ഓർ ഹെൽപ്സ് ഈച്ച് അതർ. ഇവിടെ രാമും മോഹനും 2 വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തുകൊണ്ട് ഇവിടെ പ്ലൂറൽ വെർബായിട്ടുള്ള ഹെൽപ്പാണ് ആൻസറായിട്ട് വരുന്നത്. ദ ടീച്ചേഴ്സ് ആൻഡ് ദ സ്റ്റുഡൻസ് വാസ് ഓർ വെയർ റെഡി ഫോർ ദ വർക്ക്. ഇവിടെ ദ ടീച്ചേഴ്സ് എന്നുള്ള അതും ദ സ്റ്റുഡൻസ് എന്നുള്ളതും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ദ വന്നതുകൊണ്ട് അത് നമുക്കിവിടെ വരേണ്ടത് പ്ലൂറലാണ്. വെയർ. ശില്പ ആൻഡ് ഹെർ ചിൽഡ്രൻ ഫീൽ ഓർ ഫീൽസ് ദാറ്റ് ദേ ഹാവ് ബീൻ ചീറ്റഡ്. ഇവിടെ ശില്പയും അവളുടെ കുട്ടികളും തനിത്തനിയായിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് പ്ലൂറൽ വെർബായിട്ടുള്ള ഫീലാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഇഫ് ദ 2 സബ്ജക്ട്സ് ജോയിൻ ബൈ ആൻഡ് പോയിൻ്റ് ഔട്ട് ടു ദ സെയിം പേഴ്സൺ ഓർ തിങ്, ദ വെർബ് യൂസ്ഡ് മസ്റ്റ് ബി സിംഗുലർ. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സെയിം പേഴ്സണെ കുറിച്ചോ തിങ്ങിനെ കുറിച്ചോ ആണ് ആൻഡ് ഉപയോഗിച്ച് സെൻറ്റൻസ് വരുന്നതെങ്കിൽ അത് നമ്മൾ സിംഗുലർ വെർബായിട്ട് എടുക്കണം. അതായത് ഇവിടെ എക്സാമ്പിൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ഓർ വിൻസ് ദ റേസ്. ഇവിടെ സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ളത് ഒരു കോമ്പിനേഷൻ വേർഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് സിംഗുലർ വെർബായിട്ടുള്ള വിൻസ് ആണ് ആൻസർ വരുന്നത്. ഹോഴ്സ് ആൻഡ് കാരേജ് ഈസ് ഓർ ആർ ദ ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹോഴ്സും കാരേജും മെയിൻ കോമ്പിനേഷൻ വേർഡായിട്ട് വരുന്നത് ട്രാൻസ്പോർട്ടിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കോമ്പിനേഷൻ വേർഡായതുകൊണ്ട് സിംഗുലർ വെർബായിട്ടുള്ള ഈസാണ് വരേണ്ടത്. അതായത് നമ്മൾ ആൻഡ് ഉപയോഗിച്ച് 2 സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ സബ്ജക്റ്റ് യോജിപ്പിക്കുമ്പോൾ പ്ലൂറൽ വെർബാണ് വരേണ്ടത്. ആൻഡ് ഉപയോഗിച്ച് സെയിം പേഴ്സണോ ഓർ തിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. കുറച്ച് എക്സാമ്പിളൂടെ നമുക്കിവിടെ പരിശോധിക്കാം. ആ എക്സാമ്പിളൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ ഈസ് ഓർ ആർ നോട്ട് ഇൻ ടൗൺ. ഇവിടെ ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ ഒരാൾ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇവിടെ വെർബ് വരേണ്ടത് ഈസ് ആകുന്നു. ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ ഈസ് ഓർ ആർ നോട്ട് ഇൻ ടൗൺ. ഇവിടെ ആർട്ടിക്കിൾ കൊണ്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു ദ സെക്രട്ടറി ദ ട്രഷറർ. അവർ 2 തനി പേഴ്സണാണ്. അതുകൊണ്ട് ഇവിടെ തനിയായിട്ട് വരുന്നത് കൊണ്ട് ഇവിടെ അത് ആറാണ് വരുന്നത് ആൻസർ. മൈ ഫ്രണ്ട് ആൻഡ് അഡ്വൈസർ ഹെൽപ്പ് ഓർ ഹെൽപ്സ് മീ. ഇവിടെ മൈ ഫ്രണ്ട് ആൻഡ് അഡ്വൈസർ 2 ഒരു ആളെ തന്നെ ആണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് സിംഗുലർ വെർബ് ഉപയോഗിക്കാൻ സാധിക്കും. ഹെൽപ്സ്. മൈ ഫ്രണ്ട് ആൻഡ് മൈ അഡ്വൈസർ ഹെൽപ്പ് ഓർ ഹെൽപ്സ് മീ. ഇവിടെ മൈ ഫ്രണ്ട് ആൻഡ് മൈ അഡ്വൈസർ എന്നുള്ളത് 2 ആൾക്കാരായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെർബ് വരേണ്ടത് ഹെൽപ്പാകും. നമ്മൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു എക്സാമ്പിൾസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ എക്സാമ്പിളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ദ പ്രിൻസിപ്പൽ ആൻഡ് സ്റ്റാഫ് ആർ വെയിറ്റിംഗ് ഫോർ ദ ചീഫ് ഗസ്റ്റ്. പ്രിൻസിപ്പളും ആൻഡ് സ്റ്റാഫ്, ഇവിടെ സ്റ്റാഫും 2 വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്ലൂറൽ വെർബായിട്ടുള്ള ആറാണ് ആൻസറായിട്ട് വരുന്നത്. ഹിസ് വൈഫ് ആൻഡ് മദർ വെയർ ഇൻജേർഡ് ഇൻ ദ ആക്സിഡൻറ്റ്. ഹിസ് വൈഫ് ആൻഡ് മദർ, ഭാര്യയും അമ്മയും ഒരാളുടെ ആകത്തില്ല. അതുകൊണ്ട് ഇവിടെ പ്ലൂറൽ വെർബായിട്ടുള്ള വെയർ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്
ഒരു എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ദ തീഫ് ആൻഡ് നോട്ട് ഹിസ് സൺസ് വാസ് അറസ്റ്റഡ്. ഇവിടെ ദ തീഫ് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ളതും ആൻഡ് നോട്ട് ഹിസ് സൺസ് നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എടുത്തുകൊണ്ടായിരിക്കണം വെർബ് കൊണ്ടുവരേണ്ടത്. അവിടെ അതുകൊണ്ട് ദ തീഫ് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ആൻസർ വാസാണ് വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പോസിറ്റീവോ ഒരു നെഗറ്റീവോ വേർഡ് വന്നു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് സെൻറ്റൻസ് നോക്കി വേണം നമ്മൾ വെർബ് എടുക്കാൻ. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ തരാം. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ആൻസർ ചെയ്യുക. ദ ബോയ് ആൻഡ് ദ ഗേൾ വാസ് ഓർ വെയർ പ്രസൻറ്റ്. ഇവിടെ ഇത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റിപ്പീറ്റ് കേൾക്കുക, എഴുതി പഠിക്കുക. നിങ്ങൾക്ക് വരും പരീക്ഷകൾക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ സെക്ഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു.